എന്തു പറ്റി മോളെ? ഒന്നുമില്ല ആശേച്ചി. എങ്ങനെയാ മോള് തലചുറ്റി വീണത്? പമ്പരം പോലെ. നിന്നെ ആരെ ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചത്? അത് കൊള്ളാം. ഞങ്ങള് വാടക കൊടുത്ത് താമസിക്കുന്ന റൂമിലേക്ക് വന്നിട്ട് ഞങ്ങളോട് ഇറങ്ങിപ്പോവാൻ പറയുന്നോ? ചവിട്ടി നിൽക്കുന്ന തറ ആരുടേതായാലും രണ്ടുപേര് സംസാരിക്കുന്നിടത്തേക്ക് ഇടിച്ചു കയറി വരുന്നതില് ഒരു മര്യാദ വേണം. ഞാൻ അറിയാത്ത രഹസ്യമൊന്നും ഇവളുടെ ജീവിതത്തിലില്ല. അതൊരു പാവമാ. പലപ്പോഴും പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാൻ ഇതിന് നാക്കില്ലാതെ പോവും. അപ്പോഴൊക്കെ അതിന് നാക്കായിട്ട് പ്രവർത്തിക്കുന്നതേ ഞാനാ. അതുകൊണ്ട് സംഭവിച്ചു പോയതാ ഈ മര്യാദകേട്. മാത്രമല്ല, അർജുനെ വേണ്ടെന്ന് മൈന പറഞ്ഞതിൽ പിന്നെ ഇവള് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് തിരക്കാൻ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ ആരും. കൊല്ലാനല്ലല്ലോ, വാഴിക്കാനല്ലേ മൈനെ നീ നിന്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. എന്നിട്ടിപ്പൊ ഞാൻ കാണുന്നത് ആശുപത്രി കിടക്കയില്. മനുഷ്യനായ ചിലപ്പോ അസുഖമൊക്കെ വന്നെന്നിരിക്കും. അതിന് ചികിത്സ കൊടുക്കാതെ വെറുതെ അഴിച്ചുവിടുന്നതല്ല ഞങ്ങളുടെ പതിവ്. അങ്ങനെ ചെയ്താലേ ചിലപ്പോ ജയിലിൽ ചെന്നേ നിൽക്കും. ഒരു പീറ വർക്ക്ഷോപ്പുകാരനെ കണ്ട് ഞെളിയാതടി. എന്റെ അർജുൻ ഒന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. അസുഖം ആരാണെന്ന് അവൻ കാണിച്ചു തരും. അത് കാണാനേ ഞാൻ ഇവിടെ കാത്തിരിക്കും. നീ എഴുതി വെച്ചോ, 7 സമുദ്രങ്ങൾക്കപ്പുറത്തെ കൊട്ടാരത്തിൽ മാന്ത്രിക പോട്ടിട്ട് നീ ഇവളെ ബന്ധിച്ചു വെച്ചാലും എന്റെ അർജുൻ ഇവളെ കൊണ്ടുപോയിരിക്കും. എഴുതി വെക്കാമായിരുന്നു, പക്ഷേ പേനയിലെ മഷി തീർന്നു പോയല്ലോ. സുനന്ദേ, ഡോക്ടർ ഗൗരിയോട് ദേഷ്യമുണ്ടെന്ന് കരുതി നീ വേണ്ടാത്തൊന്നും പറയല്ലേ. അവരുടെ കാര്യമാണ് ഞാൻ കൺഫേം ചെയ്യാതെ പറയൂ. പറയുന്ന തെറ്റാണെങ്കിൽ നമ്മുടെ പണി പാപ്പരം കൊടാ. അപ്പൊ ഉള്ളതാണോ? ആണടി. ഡോക്ടർ ശാലിനിക്ക് നേരത്തെ ഡൗട്ട് അടിച്ചിരുന്നു. പക്ഷെ കല്യാണം കഴിക്കാത്ത പെണ്ണായോണ്ട് ഊഹമൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് രാവിലെ ലാബ് റിപ്പോർട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്തു. റിപ്പോർട്ട് വന്നപ്പോ 100% ഉറപ്പായി പെണ്ണിന് ഗർഭം തന്നെ. ആ പെണ്ണ് ഡോക്ടർ ഗൗരിയുടെ ആരാന്നാ പറഞ്ഞേ? ഏതോ അകന്ന ബന്ധുന്നാ പറഞ്ഞത്. എന്താടി എന്റെ പേര്? മൈനയെന്നോ തത്തേന്നോ ഏതാണ്ട് അങ്ങനെ ഒരു പേര്. ആരുടേതാണെന്നറിയാവോ? അതൊക്കെ അവളോട് തന്നെ ചോദിക്കണം. എന്റെ താടി വല്ലാതെ വളർന്നിട്ടുണ്ടോടാ? ഈ ഇരുട്ടറെ കിടക്കണ നമ്മളിതൊക്കെ നോക്കിട്ട് എന്തിനാടാ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? എന്ത്? ഇവരെ നാളെ ജാമ്യം കിട്ടോടാ. ആര് പറഞ്ഞു? അതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളാടാ. നീ നോക്കിക്കോ, ഇവന് നാളെ ജാമ്യം ഉറപ്പാ. കാശുണ്ടല്ലോ എന്താ, നമ്മുടെയൊക്കെ തലവര വേറെ. മിക്കവാറും കേസ് വിധിയാവുന്നവർ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. പുറത്തിറങ്ങിട്ട് എന്ത് ചെയ്യാനാ? ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണ്ടേ? നമ്മളായാലും ഇവനായാലും. പക്ഷെ ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ലടാ. അതെന്താടാ നിനക്ക് ഇത്ര ഉറപ്പ്? കാത്തിരിക്കാനും ക്ഷമിക്കാനും മനസ്സുള്ളൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഒരാളെ ഇവിടേക്ക് വരില്ലടാ. എന്റെ വീട്ടിലെ പെണ്ണ എന്നെ ഇവിടെ എത്തിച്ചത് എന്റെ സ്വന്തം ഭാര്യ. ഇതങ്ങനത്തെ പെണ്ണൊന്നും അല്ലടാ. ഇവളാടാ പെണ്ണ്, ശരിക്കും പെണ്ണ്, എന്റെ മൈന. അത് ശരിയാ, മൈനയാകുമ്പോ ചിറക് കൂടി കാണും. എടാ നീ വേണ്ടാത്തൊന്നും പറഞ്ഞ അവന്റെ കയ്യിൽ തല്ല് വാങ്ങിച്ചു കൂട്ടണ്ട. അവൾക്ക് ചിറക് മാത്രമല്ലടാ, നല്ലൊരു മനസ്സ് കൂടിയുണ്ട്. നിനക്കൊന്നും സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള മനസ്സ്. ഡോക്ടർ ഗൗരിയുടെ റിലേറ്റീവ് വന്ന പരിഗണനയിൽ ഡിസ്ചാർജ് പെട്ടെന്ന് കിട്ടി. മെഡിസിൻ വാങ്ങിക്കാനോ ബില്ലടയ്ക്കാനോ ഒന്നും ക്യൂ നിൽക്കേണ്ടി വന്നില്ല. പുള്ളിക്കാരിയെ കൊണ്ട് അത്രയെങ്കിലും ഉപകാരം ഉണ്ടായി. അങ്ങനെയൊക്കെ പറയാതെ മനസ്സാ. പിന്നല്ലാതെ വീട്ടിലൊരു ഡോക്ടർ ഉണ്ടായിട്ട് നമുക്ക് ഈ ഹോസ്പിറ്റലിൽ വന്നു കിടക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? എനിക്കാണെങ്കിൽ ഹോസ്പിറ്റലിന്റെ മണം അടിക്കുമ്പോഴേ ഛർദ്ദിക്കാൻ വരും. കുറച്ചുനേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ നിന്റെ അടുത്തുള്ള ബെഡിൽ എന്നെയും കൂടി അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നേനെ. ഗൗരിയേച്ചിക്ക് തിരക്കായിട്ടല്ലേ മാനസ? ഒലക്കയാ. എല്ലാ ദിവസവും ചുമ്മാ ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുന്ന ചേച്ചിക്ക് എന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് മുടിഞ്ഞ തിരക്ക്. നിന്റെ മനസ്സിൽ ഇപ്പൊ തോന്നുന്ന ഈ ചിന്തയുടെ പേരാണ് പോര്. പോരോ? എന്ത് പോര്? ആ, നാത്തും പോര്. എന്നെ കളിയാക്കാൻ വേണ്ടിയാണെങ്കിലും ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഈ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടല്ലോ. എനിക്കത് മതി. ഞാൻ പുതുതായി ഒരു തീരുമാനമെടുത്തു മോളെ. എന്താ?
ഇനിയിപ്പോ കരയില്ലാന്ന്. അത് തന്നെയാ ഞാനും എപ്പോഴും പറയുന്നത്. ചിരിച്ചാലും മരിക്കും, കരഞ്ഞാലും മരിക്കും. പിന്നെന്തിനാ കരയുന്നേ? നമ്മള് കരഞ്ഞാലും അത് മറ്റുള്ളവര് കാണണ്ടല്ലോ. ദേ, പിന്നെയും പോയി അതിന്റെ മൂട്. ഹരിട്ട, എന്താ എന്താ നിങ്ങളിവിടെ? നിങ്ങള് റൂമിലല്ലായിരുന്നോ? ഈ ഹരിയേട്ടൻ ഇതെന്താ പറയുന്നേ? ഹരിയേട്ടനല്ലേ ഡിസ്ചാർജ് വാങ്ങി ഇവിടെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞത്? എന്നിട്ട് ഡിസ്ചാർജ് വാങ്ങിയോ? ഹരിയേട്ടൻ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞങ്ങളുടെ കൂടെ. എന്നാ ഇനി നമുക്ക് റൂമിലേക്ക് പോവാല്ലേ? ഡിസ്ചാർജ് വാങ്ങിയിട്ട് റൂമിലേക്കോ? ഹരിയേട്ടൻ കാർ എടുക്ക്. ഞാൻ കാറിലാണോ വന്നത്? ഹരിയേട്ടാ, ഹരിയേട്ടൻ ഇത് എന്ത് പറ്റി? ഏട്ടാ, എന്ത് പറ്റി? ഒന്നുമില്ല, നിങ്ങൾ വാ. വല്ലാതെ പേടിപ്പിച്ച് കളഞ്ഞോട്ടോ ഇവള്. എന്റെ ബർത്ത്ഡേ മാത്രം അല്ലടി നീ കുളവാക്കിയത്, എന്റെ ഹണിമൂൺ കൂടിയാ. ഇതുവരെ എന്റെ സിദ്ധുവിനെ നേരാവണ്ണം ഞാൻ കണ്ടിട്ട് കൂടിയില്ല. നിന്നോട് ദൈവം ചോദിക്കും. ഹരിയേട്ടാ, ഇനിയിപ്പോ ഏതാ നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു ഫംഗ്ഷൻ? ഇനി ഇവളുടെ കല്യാണം ആയാലോ? ഈ ഹരിയേട്ടൻ ഇത് എന്ത് പറ്റി? ഇന്ന് രാവിലെ മുതൽ വേറെ ഏതോ ലോകത്താണല്ലോ. ഹരിയേട്ടാ, ഹരിയേട്ടാ, ഞാൻ ചോദിച്ചത് വല്ലതും കേട്ടോ? എന്താ എന്താ ചോദിച്ചേ? ഈ മൈനയെ പിടിച്ച് കെട്ടിച്ചു വിടണ്ടേന്ന്. വേണം. ആശ അവിടെ നിൽക്ക്. എന്താ സംഭവിച്ചത്? മുത്തശ്ശനിപ്പോ എന്നോടൊന്നും ചോദിക്കരുത്. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പോവും. എന്തായാലും എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാനല്ലേ എന്തിനു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടത്? മുത്തശ്ശനിപ്പോ എന്താ അറിയണ്ടേ? അവക്കെന്താ അസുഖം എന്ന് പറയേ? അസുഖമല്ല മുത്തശ്ശ, ഇത് സുഖം കൂടിപ്പോയതിന്റെ പ്രശ്നം. നീ എന്തൊക്കെയായി പറയുന്നേ? അവൾ അവളുടെ തനി നിറം കാണിച്ചു. പെണ്ണിന് ദിവ്യ ഗർഭം. പാഴ്വാക്ക് പറയല്ലേ നീ. ഇത് നമ്മുടെ അർജുന്റെ ജീവിതത്തിന്റെ പ്രശ്ന. പാഴ്വാക്കല്ല മുത്തശ്ശ, സത്യം. ഇങ്ങനൊരു കാഴ്ച കാണിക്കാൻ വേണ്ടി മുത്തശ്ശൻ എന്നെ തള്ളി വിടേണ്ടിയിരുന്നില്ല ഹോസ്പിറ്റലിലേക്ക്. എന്റെ ജീവിതം പോലും വേണ്ടാന്ന് വെച്ച ഞാൻ അർജുന്റെ കുടുംബത്തിനായി യത്നിച്ചത്. ബലൂണിൽ കാറ്റ് നിറയ്ക്കുന്ന പോലെയാ മൈന അവന്റെ ഹൃദയത്തിൽ മോഹം നിറച്ചത്. അവസാനം ഒരു കളിക്കുട്ടിയുടെ ലാഘവത്തോടെ അവള് തന്നെ അത് കുത്തിപ്പൊട്ടിക്കുകയും ചെയ്തു. ഇപ്പൊ ചിതറിപ്പോയ ബലൂണിന്റെ കഷ്ണങ്ങൾ പോലെ നമ്മള് കുറെ ജന്മങ്ങൾ ഉത്സവ പിറ്റേന്ന് അമ്പലപ്പറമ്പിൽ കിടക്കുന്ന കഷ്ണങ്ങൾ പോലെ ജീവിതത്തിന്റെ പുറംപോക്കിൽ ആർക്കും വേണ്ടാതെ അതെങ്ങനെ കിടക്കും? മൈന ഒരു പാവം എന്നല്ലേ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്.
അർജുനൊന്ന് തൊട്ടപ്പോ എന്തായിരുന്നു അവളുടെ ബഹളം? അതൊക്കെ കണ്ടപ്പോ നമ്മളും അറിയാതെ അങ്ങ് വിശ്വസിച്ചു പോയി. നമ്മുടെ അർജുനെ നേരെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന നല്ലൊരു മനസ്സ് അവക്കുണ്ടെന്ന്. ഇതുവരെ നമ്മളൊരു പാവക്കുത്താ മുത്തശ്ശ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ മുന്നിൽ കണ്ടത് പാവകളെയല്ല, അണിയറയിലിരുന്ന് ചരട് വലിക്കുന്നവരാ ശരിക്കും കണ്ടത്. കളി തീർന്നു കഴിഞ്ഞു മാത്രമാ നമ്മളത് തിരിച്ചറിഞ്ഞെന്ന് മാത്രം. ഈ ബഹളമൊക്കെ ഒന്ന് അടങ്ങുമ്പോ അവളെ പിടിച്ചുകൊണ്ടുവന്ന് ആ കാൽച്ചുവട്ടിൽ ഇട്ടുകൊടുക്കുന്ന വാക്കു കൊടുത്തിരുന്നതാ ഞാൻ എന്റെ കുട്ടിക്ക്. മൈന ഇനി എന്തിനാ മുത്തശ്ശാവന്? നമ്മുടെയൊക്കെ മനസ്സ് അംഗീകരിച്ചാൽ ഇല്ലെങ്കിലും മൈന ഗർഭിണിയായി കഴിഞ്ഞു. പക്ഷേ അതിനൊരു ഉത്തരവാദി ഉണ്ടാവുമല്ലോ. കുഞ്ചിത്തള്ള പറഞ്ഞതൊക്കെ ഇത്ര വേഗം മറന്നോ മുത്തശ്ശൻ? ഹരിയോ? ആ, നിങ്ങളെന്താ വൈകിയത്? ബില്ലൊക്കെ അടച്ചിട്ട് വരണ്ടേ സിദ്ധു? ഡോക്ടർ എന്താ പറഞ്ഞേ? ഇവൾക്ക് യാതൊരു കുഴപ്പമില്ലെന്ന്. ആ. പിന്നെ അല്പം രക്തക്കുറവുണ്ട്. അതിനിവള് ഭക്ഷണം കഴിച്ചിട്ട് വേണ്ടേ? ഈടെയായിട്ട് ഭക്ഷണം തീരെയില്ല. ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഭക്ഷണം കുറച്ച് തല്ലിയലിച്ച് വീണത് ഇവളാണെങ്കിലും കുളമായത് എന്റെ ബർത്തഡേയാ. ഇനി ഭക്ഷണം അങ്ങനെ കഴിക്കാതിരിക്കുന്ന കണ്ട നിന്റെ ചെവി പൊന്നാക്കി കളഞ്ഞ. സിദ്ധാർത്ഥൻ പുറത്തേക്ക് മറ്റോ പോകാൻ നിൽക്കണോ? അതെ, എനിക്ക് വർക്ക്ഷോപ്പ് വരെ ഒന്ന് പോണായിരുന്നു. ഇന്നിനി വർക്ക്ഷോപ്പിലൊന്നും പോകണ്ട. ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇവൾക്കും കഴിഞ്ഞില്ലല്ലോ. ഇവളെയും കൊണ്ട് പുറത്തേക്കൊന്ന് കറങ്ങിയിട്ട് വാ. ഒരു മെമ്മറബിൾ ഈവനിങ് ആവട്ടെ. ഹോസ്പിറ്റലിലൊക്കെ പോയി ഇന്ന് ഞാൻ വല്ലാതെ ക്ഷീണിച്ചേട്ടാ. അതൊന്നും സാരമില്ല. മാരേജ് കഴിഞ്ഞ് നിങ്ങളങ്ങനെ പുറത്തൊന്നും പോയിട്ടില്ലല്ലോ. ഇന്ന് വേണ്ടേട്ടാ. ഇന്ന് തന്നെ പോണം. ചില കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ഏട്ടൻ അനിയത്തോട് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങാൻ മനസ്സാ. ഈ ഏട്ടനെ കൊണ്ട് ഞാൻ തോറ്റു.
സുഖാണല്ലോ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല ഹരിയേട്ടാ. കുഴപ്പം അതെനിക്കാണെന്ന് തോന്നുന്നു. എന്റെ കണ്ണിലെ രണ്ട് കൃഷ്ണമണികൾ പോലെയാണ് നീയും മാനസിയും എന്ന് നിന്നോടൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരാൾ എന്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കി. അന്ന് ഞാൻ നിന്നോട് ചോദിച്ചിരുന്നു മൈന, എന്റെ നെഞ്ചിൽ കുത്തിയിറക്കാൻ അദൃശ്യമായൊരു കഠാര നീ കരുതി വെച്ചിട്ടുണ്ടോ? നീ ഒന്നും പറഞ്ഞില്ല അന്ന്. ഇപ്പൊ നീ ആ കഠാര പിടിവരെ കുത്തിയിറക്കി കളഞ്ഞല്ലോ മോളെ. നീ എന്റെ ഹൃദയത്തിൽ. പ്രായം തികഞ്ഞ പെണ്ണ് അച്ഛന്റെ സഹോദരന്റെ ഉള്ളിൽ തീയാണ്. അവളെ ഒരു കൈപിടിച്ചേൽപ്പിക്കുന്നവരെ അതിങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഇപ്പോ ഇപ്പോ എന്റെ ഹൃദയം തന്നെ വെന്ത് വെണ്ണീറാക്കി കളഞ്ഞല്ലോ മോളെ നീ. കൂട്ടിനൊരാളെ കൈപിടിച്ചേൽപ്പിക്കാത്തപ്പോ ഒരു സഹോദരൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വാക്ക്, അതാ മോളെ ഞാനിന്ന് കേട്ടത്. മറ്റൊന്നും അറിയണ്ട എനിക്ക്. അതാരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. എന്താ ഹരിയേട്ടാ? നിനക്കൊന്നും അറിയില്ലല്ലേ? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. അറിഞ്ഞേ തീരും എനിക്ക്. ആരാണത്? പറയാൻ ആരാണത്? കരഞ്ഞു കാണിച്ചുകൊണ്ട് കാര്യമില്ല മൈന. കുറ്റവാളികളും നിരപരാധികളുമായ ഒരുപാട് പേരുടെ മുഖങ്ങൾ ഓരോ ദിവസവും കടന്നു പോകുന്നുണ്ട് SP ഹരിശങ്കറിന്റെ ജീവിതത്തിലൂടെ. സ്വന്തം വീട്ടിൽ വരുമ്പോ പക്ഷെ ഹരിശങ്കർ പോലീസ് യൂണിഫോം അഴിച്ചു വെച്ചു. സ്നേഹവും വാത്സല്യവും കരുതലും ഒക്കെ മതി കുടുംബത്തിലെന്ന് കരുതി ഞാൻ. ഒരു ബീറ്റ് പോലീസുകാരന്റെ ജാഗ്രതയോടെ സ്വന്തം പെങ്ങന്മാരുടെ മുമ്പിൽ നടന്നില്ല. തെറ്റായിപ്പോയി അതൊക്കെയെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. പറഞ്ഞേ തീരുമൈന. അത് പറയാതെ നിന്നെ ഞാൻ വിടില്ല. ചോദിക്കല്ലേ ഹരിയേട്ടാ, എന്നോടൊന്നും ചോദിക്കല്ലേ. പഴിച്ചുപോയി ഈ പെങ്ങൾ. വിട്ടുകളഞ്ഞേക്ക് ഈ പെങ്ങളെ ഹരിയേട്ടാ. മറന്നേക്ക്. എങ്ങോട്ടെങ്കിലും പോയിക്കോളാം ഞാൻ. ആരുടെ ജീവിതത്തിൽ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ. നീ എങ്ങോട്ടെങ്കിലും പോയാൽ തീരുന്നതല്ല ഈ പ്രശ്നം. SP ഹരിശങ്കറിനെ കോമാളി വേഷം കെട്ടിച്ചുകൊണ്ട് നീ ആടിക്കൊണ്ടിരിക്കുന്ന നാടകത്തിന്റെ പൂർണ്ണരൂപം അറിയണം എനിക്ക്. ചോദിക്കല്ലേ ഹരിയേട്ടാ, എന്നോടൊന്നും ചോദിക്കല്ലേ.
ആശയിച്ച് എവിടെ മുത്തശ്ശ? അകത്തുണ്ടാവും. ഞാൻ കരുതി ജയിലിൽ നിന്ന് ഇറങ്ങുന്ന എന്നെയും കാത്ത് ആശയിച്ച് പൂമോത്തുണ്ടാവുന്ന. നീ വാ. ആ ആശേച്ചി, ചേച്ചി എന്താ ഇവിടെ ഇരിക്കുന്നത്? എന്ത് പറ്റി ആശേച്ചി? ഇവിടെ എല്ലാവർക്കും എന്താ പറ്റിയത്? സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്? എന്താ ആശേച്ചി? യാത്ര കഴിഞ്ഞ് വന്നല്ലേ അർജുന, നീ പോയി ഇന്ന് കുളിച്ചു വാ. ആശേച്ചി, പ്രശ്നം എന്താന്ന് പറ. ഈ അർജുനൻ പരിഹാരം ഉണ്ടാക്കി തരാം. നീ വന്നേ, ഞാൻ ഊണ് വിളമ്പാം. ആ, നിനക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴ പുളിശ്ശേരി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആശേച്ചി, ഞാനിപ്പോ വരുന്നത് ജയിലിൽ നിന്നാ. വീട്ടില് ഭക്ഷണം കഴിച്ചിട്ട് കുറെ നാളായി എന്നത് നേരാ. നല്ല വിശപ്പുണ്ട്. പക്ഷെ മനസ്സ് തുറക്കാതെ വിളമ്പുന്ന അന്നം അർജുന് വേണ്ട. അർജുന, നീ സങ്കടപ്പെടരുത്. ബഹളം ഉണ്ടാക്കുകയോ വഴക്കിന് പോവുകയോ ചെയ്യരുത്. പറയുന്നത് സംയമനത്തോടെ കേൾക്കണം. നമ്മുടെ മൈന ഗർഭിണിയാണ്. സങ്കടപ്പെടലേടാ. മുത്തശ്ശപ്പ് എന്താ പറഞ്ഞ? സങ്കടമോ? എനിക്കോ? എന്തിന്? ചേച്ചി എന്താ പറഞ്ഞ? മാമ്പഴ പുളിശ്ശേരിയോ? എങ്കിൽ നമുക്ക് ഊണ് കഴിക്കാം. വാ. അല്ല, നിങ്ങളെന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? ആശേച്ചിയുടെ കൈകൊണ്ട് വിളമ്പി തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി? നിങ്ങൾ രണ്ടുപേരും അല്ലാതെ എനിക്ക് പിന്നെ ആരാള്? അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട അല്ലേ? എനിക്ക് നല്ല വിശപ്പ് തോന്നണില്ല. നെഞ്ചിലെന്തോ കുത്തിക്കിടക്കുന്ന പോലെ. ആശേച്ചി, കുറച്ച് വെള്ളം തരുമോ കുടിക്കാൻ? ഈ ഒടുക്കത്തെ യാത്രയുടെ ഇത്ര നേരം പൊടിയൊക്കെ അടിച്ച് വണ്ടിയിലിരുന്നല്ലേ?
നിങ്ങളൊക്കെ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എനിക്കൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ ആരാ അവള്? എനിക്ക് അവളെ ഇഷ്ടമാണെന്നല്ലാതെ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഒരു വട്ടെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോന്നിങ്ങനെ മനസ്സിൽ ആലോചിച്ച് കൂട്ടിയത് അവളുടെ കുഴപ്പമാണോ? അല്ല, അവളുടെ കുഴപ്പമല്ല. കുഴപ്പമെല്ലാം എന്റെ മാത്രം. ഓട്ടട, അത് വിട്ടുകള. വിട്ടുകളയല്ലേ? അത് വിട്ടുകളഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ചേച്ചി. കാരണം അതിന്റെ ചങ്കിനകത്ത് മാത്രമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ എന്തിനാ വിട്ടുകളയുന്നത് ആ ഇഷ്ടം? അത് അവിടെ തന്നെ ഇരിക്കട്ടെ ചേച്ചി. അർജുനും വേണ്ടേ ജീവിക്കാൻ ചില പ്രതീക്ഷകൾ? എന്തൊക്കെയാടാ നീ പറയുന്നത്? നീ ഒന്ന് കരയും മോനെ. അർജുനൻ കരയില്ല ചേച്ചി, അർജുനൻ കരയില്ല. കരഞ്ഞു പോയാ പിന്നെ അർജുനൻ തീർന്നു എന്നതിനർത്ഥം. അർജുന, വേണ്ട, വിളിക്കണ്ട ഇപ്പോഴവനെ. ആ, നിങ്ങൾ എങ്ങോട്ടാ രാവിലെ? ഞാൻ പറഞ്ഞിരുന്നില്ലേ തുഷാരയുടെ മാരേജിന്റെ കാര്യം. ഏട്ടൻ ഇന്ന് ഓഫീസിൽ പോന്നില്ലേ? നല്ലൊരു സുഖം തോന്നുന്നില്ല. ഒരു ദിവസം ലീവ് എടുത്തു. ഗൗരിച്ചി പോയോ? അവള് പോയി. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ ചേട്ടാ, ഇപ്പൊ തന്നെ ലേറ്റായി. അവളെന്നെ കൊല്ലും ഇന്ന്. മോള് പോയിട്ട് വാ. ഹരിയേട്ടാ, ആ, മൈനെ, മോള് പോയി ഒരുങ്ങി വാ. നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്. എത്ര സമയം വേണ്ടി വരും? ഈ ചുരിദാറൊന്ന് മാറ്റുന്ന സമയം വേണ്ടു ഏട്ടാ. ആ, എന്നാ പെട്ടെന്ന് ഒരുങ്ങിട്ടോ. അധികം സമയം എടുക്കണ്ട. ഉം. സിദ്ധാർത്ഥൻ ശ്രദ്ധിച്ചോന്നറിയില്ല, ഹരിയേട്ടന് 2 ദിവസമായി എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായതുപോലെ. വളരെ അബ്നോർമലായ പെരുമാറ്റം. എപ്പോഴും ആലോചനയാ. ചില സമയത്ത് ഈ ലോകത്തെ അല്ലാന്ന് തോന്നും. മനുഷ്യര് എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ മനസ്സ. എനിക്ക് തോന്നാറുണ്ട്, ഭൂമിയിലെ കാലാവസ്ഥ പോലെ മനുഷ്യരുടെ ഹൃദയങ്ങളും മാറി മറിയുമെന്ന്. ഗ്രീഷ്മം, വസന്തം, ഹേമന്തം, അങ്ങനെ അങ്ങനെ. അത് കൊള്ളാം. അപ്പൊ സിദ്ധാർത്ഥന് ഏത് ക്ലൈമറ്റാ ഈ സമയത്ത്? എന്റെ ഹൃദയം ഇപ്പൊ വസന്തത്തിന്റെ മടിത്തട്ടിലാണെന്ന് മാത്രം എനിക്കറിയാം. പൂക്കൾ കൊണ്ടുള്ള കുഞ്ഞു മെത്തിയിൽ കിടന്ന് ഒരു മന്ത്രം കേട്ട് അതങ്ങ് മയങ്ങിപ്പോയി. ആ മന്ത്രം ഏതാന്നറിയോ? സിദ്ധാർത്ഥൻ. നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് മാത്രം നോക്കിയിരുന്ന പുറത്തു നടക്കുന്നൊന്നും അറിയാതെ പോകും മാനസ. മാനസയ്ക്ക് ഇപ്പൊ ഏട്ടനെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതും അതുകൊണ്ടായിരിക്കും. അത് ശരിയാ സിദ്ധാർത്ഥ. ഞാൻ ഒരുപാട് പൊസസീവാ. ഏട്ടൻ അങ്ങനെയല്ല. എല്ലാവരുടെയും പ്രശ്നങ്ങൾ ആ നെഞ്ചിലെടുത്തു വെക്കും. എന്നിട്ട് ആരോടും പറയാതെ അതൊക്കെ ഹൃദയത്തിൽ വെച്ച് നടക്കും. അങ്ങനെയുള്ളവരെ കണ്ണാടി പോലെയാ. എല്ലാവരുടെയും പ്രതിബിംബം ഉള്ളിലേക്ക് എടുക്കും. എന്നാ സ്വന്തം രൂപം മാത്രം ഒരിക്കലും കാണില്ല. ഇപ്പൊ ആ നെഞ്ചിനകത്ത് കിടന്ന് നേറുന്നത് ആരുടെ വേദനയാന്ന് അറിയില്ല സിദ്ധാർത്ഥ. ഒന്നു മാത്രം അറിയാം, ഇന്ന് വരെ ഇങ്ങനെ കണ്ടിട്ടില്ല ഏട്ടനെ. എനിക്കെന്തോ വല്ലാത്തൊരു ഉൾഭയം തോന്നുന്നു. വളരെ വിദൂരമല്ലാത്ത ഏതോ ഒരു അപകടം നമ്മുടെ കുടുംബത്തെ കാത്തു പതിയിരിക്കുന്ന പോലെ.
ഹരിസാറിന്റെ അനിയത്തി എന്നല്ലേ പറഞ്ഞത്? അതെ ഡോക്ടർ. എഡ്യൂക്കേറ്റഡ് ആയ കുട്ടിയാകുമ്പോൾ അറിയാമായിരിക്കും, ഈ സമയത്ത് അബോർഷൻ എന്ന് പറയുന്നത് അത്ര റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല. കുട്ടിക്ക് സാരമായ അസുഖങ്ങളൊന്നുമില്ലല്ലോ? ഐ മീൻ സംതിങ് ലൈക്ക് ഡയബറ്റീസ്, അനീമിയ? ഇല്ല ഡോക്ടർ. ഹരി പറഞ്ഞ ഒരു പീരിയഡ് വെച്ച് നോക്കുമ്പോൾ ഈ സമയത്തുള്ള അബോർഷനിൽ അത്ര സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഗർഭപാത്രത്തിൽ ഒരു കോശമായിട്ടാണ് ശിശുവിന്റെ വളർച്ച തുടങ്ങുന്നത്. ഈ ടിഷ്യൂ രൂപപ്പെട്ടു കഴിഞ്ഞാൽ 15 ദിവസത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും അത് ഉദരത്തിൽ വഹിക്കുന്ന സ്ത്രീയിൽ താനൊരു അമ്മയാകാൻ പോകുന്നു എന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം. ഈ സമയത്ത് കുഞ്ഞിന്റെ രൂപം കൂടി ഉണ്ടായിട്ടുണ്ടാവില്ല ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ. ഹാർട്ട് ബീറ്റ് രൂപപ്പെടുന്നത് തന്നെ ഏകദേശം 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ്. കുഞ്ഞി കൈകളും കാലുകളും ശിരസും ഒക്കെയായി അതൊരു മനുഷ്യരൂപമായി മാറുന്നത് തന്നെ പിന്നെയും 1 മാസം കൂടി കഴിഞ്ഞിട്ടാണ്. 2 മന്ത്സിൽ താഴെയുള്ള പ്രഗ്നൻസി ഒക്കെ അബോർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 or 3 ദിവസം വീട്ടിൽ റെസ്റ്റ് ചെയ്താൽ മതി. ആ കുട്ടിയുടെ മാരേജ് ഈയിടെയായിരുന്നു അല്ലേ? എനിക്കും ഉണ്ടായിരുന്നു ഇൻവിറ്റേഷൻ. IMAയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നതിനാൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. മാരേജ് നടന്നില്ലെന്നും രജിസ്റ്റർ മാരേജ് നടത്തിയെന്നും ഒക്കെ പിന്നീട് കേട്ടു. ഡോക്ടറും ഗൗരിയും ഫ്രണ്ട്സ് ആണോ? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അത്ര ക്ലോസ് അല്ല. ഹൗസ് സർജൻസി മുതലുള്ള പരിചയമുണ്ട്. ഡോക്ടറോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പറഞ്ഞോളൂ. ഗൗരി എന്നല്ല മറ്റാരും ഇക്കാര്യം അറിയരുത്. വൈ? അത്രയേറെ ഷൈ ആണ് അവൾ. എനിക്ക് ഊഹിക്കാം ഹരി സർ. എന്തൊക്കെ പറഞ്ഞാലും മാരേജിന് മുമ്പുള്ള ഒരു പീരീഡിൽ സംഭവിച്ചാണല്ലോ ഇത്. അതിന്റെ നാണക്കേടാണ് അല്ലേ? നിന്ന് തിരിയാ സമയമില്ലെന്ന് പരാതിപ്പെടുന്ന നമുക്കൊക്കെ അയലത്തെ വീട്ടിലെ പെണ്ണിന്റെ പ്രഗ്നൻസി പീരീഡിന്റെ കണക്കെടുക്കാനും ചർച്ച നടത്താനും ഒക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്. മറ്റുള്ളവരുടെ സ്വകാര്യതയിലാണല്ലോ നമ്മുടെ ആനന്ദം. കുട്ടിയുടെ പേര് ഞാൻ മറന്നു. M-ൽ തുടങ്ങുന്ന എന്തുവാണല്ലേ? മൈന. ആ, അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ കുട്ടിയല്ലേ ഒരു ക്രിമിനലിനെ മുറിയിൽ ഒളിപ്പിച്ചതായിട്ടൊക്കെ പത്രവാർത്ത വന്നത്? എനിക്കങ്ങനെ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കൊന്നും എത്തി നോക്കാനുള്ള താല്പര്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ ചെറിയൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചു പോവുകയാണ്. അയാൾ തന്നെയല്ലേ ഈ കുട്ടിയെ മാരേജ് ചെയ്തിരിക്കുന്നത്? അതെ. ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഫോർവേഡ് ആണ് ഹരി സാർ. ഇവിടെ തന്നെയുള്ള പല കേസുകളും വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളവയാണ്. 1/2 മണിക്കൂർ മുമ്പ് പരിചയപ്പെട്ടവനോടൊപ്പം അന്തി ഉറങ്ങിയതിനു ശേഷം എനിക്ക് ഗർഭമായെന്ന് പറഞ്ഞ് കരഞ്ഞു പിഴിഞ്ഞു വരുന്നവരും ഉണ്ട്. ഹരിസാറിന്റെ അനിയത്തിയുടെ കാര്യത്തിൽ അത്ര അസ്വാഭാവികതയൊന്നുമില്ല. ചോരത്തിളപ്പുള്ള പ്രായമല്ലേ? എനിവേ, എപ്പോഴും മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ്. ഇപ്പോഴത്തെ കേസ് സാരമില്ല. കൂടെ കൂടെ ഇത് റിപ്പീറ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാതിരുന്നാൽ മതി. ഹരിസാറിനൊപ്പം വന്ന കുട്ടി അകത്തേക്ക് വിളിക്കൂ. ശരി ഡോക്ടർ. മൈന ഇരിക്കൂ. Are you allergic to any medication? No, doctor. It's okay. ഇവിടെ ഒരു 10 to 15 minutes പ്രോസസ്സേ ഉള്ളൂ. പക്ഷെ ഒരു 5 hours സ്റ്റേ ചെയ്യേണ്ടി വരും. അതിനുശേഷം മറ്റൊരാളുടെ സഹായത്തോടെ വീട്ടിൽ പോകാം. തനിയെ വാഹനം ഓടിച്ചു പോകാൻ ശ്രമിക്കരുത്. വീട്ടിലെത്തിയാൽ 1-2 days റെസ്റ്റ് വേണ്ടിവരും കംപ്ലീറ്റ്ലി. ഇതിനിടെ ചെറിയ ഛർദിയും മനംപെരട്ടലൊക്കെ യൂഷ്വലാണ്. വേദനയ്ക്ക് പെയിൻ റിലീവേഴ്സ് ഇവിടുന്ന് തന്നെ തന്നുവിടും. ആ കൺസെന്റ് ഫോം ഇങ്ങെടുക്കും. ശരി ഡോക്ടർ. ഈ രീതിയിലുള്ള ഡ്രസ്സൊന്നും പറ്റില്ല. നൈറ്റ് ഗൗൺ പോലെ ലൂസ് ആയിട്ടുള്ള എന്തെങ്കിലും. നിങ്ങളുടെ കൂടെ സ്ത്രീകളാരും ഇല്ലേ? അതിപ്പോ പെട്ടെന്ന്. ഇറ്റ്സ് ഓക്കെ. ഞങ്ങളുടെ നേഴ്സുമാർ മാനേജ് ചെയ്തോളൂ. മാഡം, ഈ കൺസെന്റ് ഫോമിൽ ഒപ്പിട്ടിട്ട് ആ ചെക്കപ്പ് റൂമിൽ കയറി കിടന്നോളൂ. ഇത് എന്തിന്റെ ഫോമാ?
ഇല്ലാതാക്കാൻ സമ്മതമാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള രേഖയാണത്. എന്റെ കുഞ്ഞിനെ കൊല്ലാനോ? മൈന, ഞാൻ പറയുന്നുണ്ട് കേൾക്ക്. നോ! മൈന, മൈന, ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ. വിടാനാ പറഞ്ഞത്. മിണ്ടല്ലേ, ആൾക്കാർ ശ്രദ്ധിക്കുന്നു മൈന. എല്ലാരും കേക്കട്ടെ, എനിക്ക് എന്റെ കുഞ്ഞിനെ കൊല്ലണ്ട. എന്റെ കുഞ്ഞിനെ കൊല്ലണ്ട. എന്റെ കുഞ്ഞിനെ കൊല്ലണ്ട ഹരിയേട്ടാ. ഹലോ ഗൗരി, ഞാൻ പ്രിയാണ്, സേവന നഴ്സിംഗ് ഹോം. ആ പറഞ്ഞോളൂ പ്രിയ. ഞാൻ കുറച്ചു നേരമായിട്ട് ട്രൈ ചെയ്യുകയാണ്. ഞാൻ തിയേറ്ററിലായിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ പോണം. പെട്ടെന്ന് പറഞ്ഞോളൂ. അങ്ങനെ പെട്ടെന്ന് പറയാവുന്ന കാര്യമല്ലല്ലോ ഗൗരി. എങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ ഫോൺ വെക്കാം. അങ്ങനെ വെച്ചു കളയല്ലേ ഗൗരി. ചിലപ്പോ അങ്ങനെ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതം വല്ലാതെ കുഴപ്പിച്ചേക്കാം. എന്താ നിനക്ക് പറയാനുള്ളത്? ഗൗരിയുടെ ഭർത്താവ് ഹരിശങ്കർ ഇപ്പൊ എവിടെയുണ്ട്? എന്തിനാ? ഒരു അബോർഷൻ കേസുമായിട്ടാണ് വന്നത്. കാര്യങ്ങൾ ഇരുചവേറിയാതങ്ങ് നടന്നു പോയേനെ. പക്ഷേ പെണ്ണ് വല്ലാതങ്ങ് ബഹളം വെക്കുന്നു ഗൗരി. കണ്ടിട്ടതൊരു പാവം പെണ്ണാണെന്ന് തോന്നുന്നു. അതിനെ പറ്റിച്ചതാണെന്ന് ഉറപ്പാ. അനിയത്തി എന്നാണ് ഹരിശങ്കർ അവളെ പരിചയപ്പെടുത്തിയത്. പക്ഷേ ഹരിശങ്കറിന്റെ അനിയത്തിയുടെ പേര് മാനസ എന്നാണെന്ന് എനിക്കറിയാം. ഞാൻ ആ പേര് മറക്കില്ല. കാരണം മാനസ എന്റെ അനിയത്തി ലക്ഷ്മിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഹരിശങ്കർ എന്റെ മുന്നിൽ അഭിനയിച്ചപ്പോ ഞാൻ അതിലും നന്നായിട്ടങ്ങ് അഭിനയിച്ച് തകർത്തു. എങ്കിലും ഹരിശങ്കറിനെ സമ്മതിക്കണം കേട്ടോ. മാനസയുടെ പേരുമായി സാമ്യമുള്ള ഒരു പേരാണ് പുള്ളിക്കാരൻ പറഞ്ഞത്, മൈന. ഹാവ് എ ഗുഡ് ഡേ ഗൗരി. എന്റെ കുഞ്ഞിനെ കൊല്ലണ്ട ഹരിയേട്ടാ. ആരും ഒന്നും ചെയ്യില്ല. ഹരിയേട്ടല്ലേ പറയുന്നു. വാ. കുറച്ചുകൂടെ ചേർത്ത് പിടിക്ക്. അങ്ങനെ പിടിച്ചതാ കുഴപ്പമായത്. അതിന് കുറച്ച് വെള്ളവും മറ്റോ കൊടുക്കും. നീ എന്തിനാ അതാലോചിച്ച് മെനക്കെടുന്നേ? അതിന് വെള്ളം കുടിപ്പിച്ച ആളല്ലേ അടുത്തിരിക്കുന്നേ. റൂമിലേക്ക് വിളിക്കുന്നു ഡോക്ടർ. ഹരിയേട്ടാ, വേണ്ട ഹരിയേട്ടാ. ഞങ്ങൾ പോവാ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പോകുന്നതിന് മുമ്പ് ഡോക്ടറോട് പറഞ്ഞിട്ട് പോണമെന്നാ എന്നോട് പറഞ്ഞത്.